അവൾ ആക്ച്വലി ഭയങ്കര സ്റ്റുഡിയോസ് ആണ്. ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് അവളുടെ ഫ്രം ദ ബിഗിനിങ്. പിന്നെ 11th ഗ്രേഡ് കഴിയുമ്പോഴാണ് അവൾ ഇത് പറയുന്നത്. അതിനു മുമ്പ് ബൈക്ക് റേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവള് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ശരി കുറച്ചു പോയാൽ അവളുടെ മൈൻഡ് മേ ബി ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചു. ഒന്ന് മെഡിസിൻ എടുക്കട്ടെ, അങ്ങനെ നമ്മള് വളരെ ഒരു എല്ലാവരും തിങ്ക് ചെയ്യുന്ന അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അവള് അങ്ങനെയല്ല, ഭയങ്കര ലോജിക്കൽ പേഴ്സൺ ആണ്. കുറച്ച് എൻറ്റയർലി ഷീസ് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം. ഇപ്പം എന്താ നിങ്ങളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് അങ്ങ് ഉയരങ്ങളിലാണ് അല്ലേ? അമ്മ ഇവിടെ ഇങ്ങനെ ഷൂട്ടിന്റെ പ്രൊമോഷൻസ്, അപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലെ? ചേച്ചി അങ്ങനെയായിരുന്നു. വൺസ് അവള് ഇതിന് തുടങ്ങുമ്പോഴേ കുറച്ച് ബ്രേക്സ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ട്, ഗ്യാപ്സ് എല്ലാം ഉണ്ടാവും. അവള് പിന്നെ അവളുടെ ഫ്ലൈയിങ് സ്കൂൾ ഫ്ലോറിഡയിലായിരുന്നു. അപ്പൊ ഒരു 1.5 കൊല്ലം ഇങ്ങനെ കുറച്ചായിട്ട് അവള്. അപ്പൊ ആദ്യത്തെ ഗ്യാപ്പ് വന്നപ്പോ തൊട്ട് എങ്ങനെയാണ് അത് ചേച്ചിയിലേക്ക് നല്ലോണം എഫക്ട് ചെയ്ത് കാണുമല്ലോ, നിങ്ങൾ രണ്ടുപേരിലേക്ക് എഫക്ട് ചെയ്ത് കാണും, എങ്ങനെയാണ് അതൊന്ന് മാനേജ് ചെയ്തെടുത്തത്? ഫസ്റ്റ് അവള് ഗ്രൗണ്ട് കോഴ്സ് വന്നിട്ട് ബാംഗ്ലൂരിൽ ചെയ്തു. അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ജസ്റ്റ് 3 months കോഴ്സ്. ഞാൻ പറഞ്ഞു 3 months അവള് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അവൾ എവിടെ പോയാലും ഞാൻ പോവും, അവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ അവൾക്ക് സമയമില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ഫുൾ ഇരുന്ന് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു 1 month ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനും പിന്നെ എൻ്റെ കസിനും ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലായിരുന്നു അവള്. സോ ഷി മാനേജ് ദോസ് 2 months. അപ്പോഴാണ് എന്താ പറയാ, കുട്ടികൾ നമ്മളെ പാരന്റ് ആയിട്ട് വളർക്കുകയാണ്. ഐ റേസ്ഡ് ഹെർ ആസ് എ ചൈൽഡ് ആൻഡ് ഷീ റേസ്ഡ് മീ ആസ് എ മോം. അപ്പൊ ആ 2 months അവൾ ഇല്ലാതെ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോ എന്നെ അവള് പ്രിപ്പയർ ചെയ്തു. അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ശരി അവള് ഫ്ലൈയിങ് സ്കൂളിൽ എവിടെ പോയാലും ഷീ ക്യാൻ മാനേജ് ഓൺ ഓൺ. അങ്ങനെയാണ് അവളെ വിട്ടത്. ഇപ്പൊ ചേച്ചിയുടെ ഒരു ആക്ടിംഗ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ മിക്ക സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം ചേച്ചി ആക്ട് ചെയ്യും. സംഗീത മാഡം, ഈ ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയിലേക്ക് സാക്ഷാൽ മോഹൻലാലാണ് മാഡത്തിനെ സജസ്റ്റ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? ഞാൻ ശ്രീനി സാറുടെ ഒരു ഇന്റർവ്യൂ കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ അതിലാണ് ഞാൻ അറിഞ്ഞത്. ആണോ? ചേച്ചിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. അല്ല, ഫസ്റ്റ് മലയാളത്തിലേക്കുള്ള എൻട്രി ലാലേട്ടന്റെ സിസ്റ്റർ ആയിട്ടായിരുന്നു അല്ലെ? നാടോടി എന്ന മൂവിയിലായിരുന്നു എൻട്രി. ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. സെറ്റിലുള്ള പിക്ചേഴ്സ് ആണോ, സിംഗിൾ പിക്ചേഴ്സ് ആണോ? അല്ല, അത് ആക്ച്വലി ഷൂട്ടിംഗ് കൊടൈക്കനാലിലായിരുന്നു. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ മോഹിനി ചേച്ചിയാണ് അതില് ലീഡ്, ഫീമെയിൽ ലീഡ്. അപ്പൊ ലാൽ സാറിന്റെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. സോ എല്ലാവരും എടുക്കുകയാണ്. അപ്പൊ എനിക്കും കുറച്ച് എന്റെ കാൻഡിഡ് പിക്ചേഴ്സ് ആണ് കുറച്ച് കിട്ടി. അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.